സൂപ്പർവിഷൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് സൂപ്പർവിഷൻ? സൂപ്പർവിഷന്റെ മലയാളം മേൽനോട്ടം എന്നാണ്. സൂപ്പർവിഷൻ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് മീൻസ് ഓവർസീയിങ് what is being done by the subordinates and giving instruction to ensure optimum utilization of resources. അതായത് ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ എംപ്ലോയീസിന് നാം കുറേയധികം വർക്കുകൾ കൊടുത്തിട്ടുണ്ടാകും. ഈ വർക്കുകളൊക്കെ നാം ഉദ്ദേശിച്ച രീതിയിലാണോ, നാം പ്ലാൻ ചെയ്തിട്ടുള്ള രീതിയിലാണോ നടക്കുന്നത് എന്ന് നോക്കുകയും ഇനി അങ്ങനെ അല്ല എങ്കിൽ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് മേൽനോട്ടം എന്നുള്ളത്. ഈ സൂപ്പർവിഷൻ നടത്തുന്ന ആളെ നാം പറയുന്നത് സൂപ്പർവൈസർ എന്നാണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഓരോ എംപ്ലോയീസിനും ആവശ്യമായിട്ടുള്ള ജോബ് എന്താണ് അവർ ചെയ്യേണ്ടതെന്നും അവർ അത് എങ്ങനെയാണ് ചെയ്തു തീർക്കേണ്ടതെന്നും അത് എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്നും നമ്മുടെ പ്ലാനിങ്ങിനനുസരിച്ചിട്ടാണോ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നൊക്കെ നാം വിലയിരുത്തുന്ന ഒരു പ്രവർത്തനമാണ് സൂപ്പർവിഷൻ എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ, അല്ലെങ്കിൽ സൂപ്പർവൈസറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്ക് പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ എംപ്ലോയീസിൻ്റെ മുഴുവൻ ഒരു എഫേർട്ട്, അല്ലെങ്കിൽ അവരെ മൊത്തത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സൂപ്പർവൈസറുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. നാം ആ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, സൂപ്പർവൈസറുടെ ഫംഗ്ഷൻസിനെ മനസ്സിലാക്കേണ്ടത്. ദ വെരി ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് സൂപ്പർവിഷൻ മെയിൻറ്റെയിൻസ് ഡേ ടു ഡേ കോണ്ടാക്ട്. അതായത് എംപ്ലോയീസുമായിട്ട് എപ്പോഴും ഒരു ഡേ ടു ഡേ കോണ്ടാക്ട്, ദിനം പ്രതിയുള്ള എംപ്ലോയീസുമായിട്ടുള്ള കോണ്ടാക്ട് നിലനിർത്തുന്നത് സൂപ്പർവിഷനിലൂടെയാണ്, അല്ലെങ്കിൽ സൂപ്പർവൈസറാണ്. ആൻഡ് സെക്കൻഡ് വൺ, മെയിൻറ്റെയിൻസ് ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് വർക്കേഴ്സ്. വർക്കേഴ്സുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള, നല്ല സൗഹൃദമായിട്ടുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നതും ഒരു സൂപ്പർവൈസറുടെ ഫംഗ്ഷനാണ്. കാരണം വർക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റാണ്. സ്വാഭാവികമായിട്ടും ആ വർക്കേഴ്സുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് പരമാവധി നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. തേർഡ് വൺ, സൂപ്പർവൈസർ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. നമ്മൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാനേജ്മെന്റും വർക്കേഴ്സുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാകുന്നില്ല. ഇതിന് പകരം മാനേജ്മെന്റും വർക്കേഴ്സ് തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത്, അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അതായത് വർക്കേഴ്സിന് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ മാനേജ്മെന്റ് സൂപ്പർവൈസറിലൂടെ നൽകുന്നു. അതുപോലെ ഈ കാര്യങ്ങൾ സൂപ്പർവൈസർ വർക്കേഴ്സുമായി കോണ്ടാക്ട് ചെയ്യുന്നതോടുകൂടി ആ കാര്യങ്ങളോട് നടപ്പിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് സൂപ്പർവൈസർ പ്രവർത്തിക്കുന്നത്. ആൻഡ് അനദർ വൺ, എൻഷുർ യൂണിറ്റി അമംഗ് വർക്കേഴ്സ്. വർക്കേഴ്സിനിടയിൽ ഒരു യൂണിറ്റി, ഒരു ഐക്യം സൃഷ്ടിക്കുക എന്ന് പറയുന്നതും നമ്മുടെ സൂപ്പർവൈസറുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ആൻഡ് അനദർ വൺ, സൂപ്പർവൈസർ എൻഷുർ പെർഫോമൻസ് ഓഫ് വർക്ക് അക്കോർഡിംഗ് ടു ദ ടാർഗറ്റ്സ് സെറ്റ്. നമുക്കറിയാമല്ലോ, നാം ഇവിടെ സൂപ്പർവൈസിങ്ങിന്റെ മീനിങ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, നാം ഓൾറെഡി ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. എത്രയാണ് നമ്മുടെ ഒരു ലക്ഷ്യം നാം സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ആ ടാർഗറ്റിനനുസരിച്ചിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഇനി അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ ആ ടാർഗറ്റിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് വർക്ക് സെറ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെ ചെയ്യുന്നത് സൂപ്പർവൈസറാണ്. ആൻഡ് അനദർ വൺ, എൻഷുർ ട്രെയിനിങ് ദ എംപ്ലോയീസ്. ഇവിടെ നമ്മുടെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അത് കൃത്യസമയത്ത് നൽകുക എന്നുള്ളതും നമ്മുടെ സൂപ്പർവൈസറുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ സൂപ്പർവൈസിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും സൂപ്പർവിഷൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സൂപ്പർവൈസറുടെ ഫംഗ്ഷൻസ് ആയി പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ.